വിജയകുമാർ, ഒരു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഞാൻ നേരെ നോക്കി വായിക്കാൻ പോവാ കഥ. കന്നിക്കണ്ടത്തിൽ കന്നോടിയതുപോലെ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ കന്നിക്കണ്ടത്തിൽ കന്നോടിയതുപോലെ. ആണ്ടിൽ ആദ്യത്തെ വിത കന്നോടി നശിപ്പിച്ചു എന്നാണ് പറയുന്നതിന്റെ പൊരുൾ. ഒന്നാം കേരള സർക്കാരിനെ ചേറിലാക്കിയ ഒരു വിവാദത്തിന്റെ വേരുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. കാണാം വേരുകൾ. വേരുകൾ വേരുകൾ അരങ്ങ് വാഴുന്നത് കെ റൈസും ഭാരത് റൈസുമാണ്. 66 വർഷം മുമ്പ് 1957 രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ പൗരന്മാർക്ക് അരി എത്തിച്ചു കൊടുത്ത ഒരു സംഭവമുണ്ട്. അതാണ് പിന്നീട് ആന്ധ്ര അരി വിവാദം. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വലിയ അഴിമതി ആരോപണമായിരുന്നു ആന്ധ്ര അരി കുംഭകോണം. 1 രൂപയ്ക്ക് 2.25 കിലോ അരി കിട്ടുന്ന കാലമാണ്. അന്ന് ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് അരി കൊണ്ടുവന്നതിൽ 1 കോടി രൂപയുടെ അഴിമതി എന്നായിരുന്നു ആരോപണം. ഇന്നത്തെ സഹസ്ര കോടിക്ക് മുകളിൽ വരും അന്ന് ആ തുകയുടെ മൂല്യം. 1 കോടി. ഇനി ആന്ധ്ര അരിയുടെ വേരുകൾ തേടി നമ്മൾ ഒരു യാത്ര പോകുന്നു. വേരുകളിൽ ആന്ധ്ര അരി വിവാദം. അതെ വിജയകുമാർ, ഈ ആന്ധ്ര അരി കുംഭകോണം എന്തെന്നറിയണ്ടേ? കുംഭകോണത്തിലേക്ക് 1957 ഡിസംബർ 14 സംസ്ഥാന നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി KC ജോർജ് നൽകിയ മറുപടി. ആന്ധ്രയിൽ നിന്ന് കേരളം 5000 ടൺ അരി വാങ്ങി. അതിൽ 3160 ടൺ ചാക്കൊന്നിന് 36 രൂപ 14 അണ 6 പൈ വിലയ്ക്കും 1845 ടൺ ചാക്കൊന്നിന് 36 രൂപ 2 അണ 6 പൈ നിരക്കിലുമാണ് വാങ്ങിയത്. അന്ന് ചോദ്യം എഴുതിക്കൊടുത്ത പിന്നീട് KPCC പ്രസിഡന്റായ ആലുവ MLA TO ബാവ 6 ദിവസത്തിനു ശേഷം സഭയിൽ എഴുന്നേറ്റ് നിന്നു. ഓഗസ്റ്റ് 20 സർക്കാർ ഡാൽവ അരി വാങ്ങി. സർക്കാർ കൊടുത്ത ശരാശരി വില ഒരു ചാക്കിന് 36 രൂപ 14 അണ. അന്ന് അതേ ദിവസം അതേ അരി 34 രൂപ 8 അണയ്ക്ക് വിൽക്കാമെന്ന് ആന്ധ്രയിലെ വ്യാപാരികൾ ഓഫർ നൽകിയിട്ടുണ്ട്. ആന്ധ്രയിലെ താടപ്പള്ളിഗുഡം ദേവി ആൻഡ് കമ്പനി നൽകിയ ഓഫർ കാർഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ വെളിപ്പെടുത്തൽ വലിയ സംഭവമായി. 1 ടൺ അരി എന്നാൽ അന്ന് 14 ചാക്കാണ്. ഒരു ചാക്കെന്നാൽ 87 കിലോ. ആ 87 കിലോ അരിയുടെ വിലയാണ് 36 രൂപ 14 അണ 4 പൈ. 1 രൂപയ്ക്ക് 2.25 കിലോ അരി കിട്ടുന്ന സ്ഥലത്താണ് ഓരോ ചാക്കും 2 രൂപ കൂടുതൽ കൊടുത്തു വാങ്ങി എന്ന ആരോപണം. 20,000 ടൺ അരിയുടെ കുറവുണ്ട് സംസ്ഥാനത്ത് എന്നതിനാൽ അത്രയും അരി എത്തുമ്പോഴേക്കും 1 കോടി രൂപയുടെ വ്യത്യാസം. ഇത് പത്രങ്ങളുടെയൊക്കെ 1-ാം പേജിൽ 8 കോളം വാർത്തയായി. 1 കോടിയുടെ അഴിമതി എന്ന പേരിൽ. CPI മുഖപത്രം ഇതിനെ പ്രതിരോധിച്ചത് സഭയിൽ KC ജോർജ് ഉന്നയിച്ച മറുചോദ്യം കൊണ്ടാണ്. TO ബാവ ഹാജരാക്കിയ കൊട്ടേഷൻ ആർക്ക് ലഭിച്ചതാണ് എന്നായിരുന്നു KC ജോർജിന്റെ ചോദ്യം. ആലുവയിൽ അരി വ്യാപാരിയായ സ്വന്തം പിതാവിന് ലഭിച്ചത് എന്ന് TO ബാവ സഭയിൽ തന്നെ മറുപടി നൽകി. അരിയുടെ കരാർ ലഭിക്കാത്തതിൽ ശുണ്ഠിമൂത്ത ആലുവയിലെ വ്യാപാരികളുണ്ടാക്കിയ കള്ളക്കണക്ക് എന്നായിരുന്നു സർക്കാരിന്റെ മറുവാദം. കഥ അവിടെ തീർന്നില്ല. അരി വാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് നേതാവ് P. സുന്ദരയ്യയുടെ സഹോദരനിൽ നിന്നാണ് എന്ന് തുടർ വാർത്തകൾ വന്നു. അരി വാങ്ങിയത് T. ശ്രീരാമലു N. സൂര്യനാരായണൻ എന്ന കമ്പനി മുഖേനയായിരുന്നു. ആന്ധ്രക്കാരാണെങ്കിലും കമ്പനിയുടെ ആസ്ഥാനം മദ്രാസാണ്. ശ്രീരാമലു അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ്. പൊറ്റ ശ്രീരാമലു എന്ന ആന്ധ്രയിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്റെ സഹോദരൻ. ഇവരുടെ സഹോദരിയുടെ മകനാണ് സൂര്യനാരായണൻ. മുഴുവൻ പേര് P. സൂര്യനാരായണൻ. ഈ P. സൂര്യനാരായണനാണ് P. സുന്ദരയ്യയുടെ സഹോദരനാണെന്ന് ഏതോ കോൺഗ്രസ് നേതാവ് കവലപ്രസംഗത്തിലെ പഞ്ചിനു വേണ്ടി ഉപയോഗിച്ചതും പിറ്റേന്ന് പത്രങ്ങളിലെല്ലാം വാർത്തയായതും. അപ്പോൾ ഇത് വലിയൊരു വിവാദമായി മാറി. നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ മുഖ്യമന്ത്രി EMS ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുതരാനായിട്ട് അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് പ്രതിപക്ഷം തൽക്കാലം അടക്കി. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന PT രാമൻ നായർ ഇതേക്കുറിച്ച് അന്വേഷിച്ചു. അഡ്വക്കേറ്റ് ജനറലായിരുന്ന സൂര്യനാരായണ അയ്യരാണ് കമ്മീഷന് മുമ്പിൽ സർക്കാരിന് വേണ്ടി ഹാജരായത്. കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന പ്രമുഖ അഭിഭാഷകൻ കളത്തിൽ വേലായുധൻ നായരാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് കമ്മീഷനിൽ ഹാജരായത്. അത് വലിയൊരു വിവാദമായി തീർന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പണം കൈക്കൂലിയായിട്ട് കൈപ്പറ്റിയതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അതേസമയത്ത് ഈ തിടുക്കപ്പെട്ടുണ്ടാക്കിയ ഈ ഇടപാടിൽ ഒഴിവാക്കാമായിരുന്ന നഷ്ടം വരുത്തി വെച്ചു എന്ന ഒരു കണ്ടെത്തലുണ്ട്. ഇലക്ഷൻ ഡെസ്ക് 24. ജയകുമാറെ, CP നായർ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നു. ഈ ചൂടുകാലത്ത് രണ്ടാൾ കോട്ട് ധരിച്ച് ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്ന്. അതിപ്പോ പിന്നെ വേറെ വഴിയില്ല. അതെ,
പിന്നെ ഉണ്ണികൃഷ്ണൻ ഒരു നടക്കാത്ത കാര്യം പറഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ പരിപാടി ചെയ്യാൻ സ്മിത മാഡത്തിനും പ്രവിത മാഡത്തിനും പറ്റുമല്ലോ SKN. ഈ ലോകത്ത് ഈ പരിപാടി ചെയ്യാൻ ഞങ്ങൾ 3 പേർക്ക് മാത്രമേ കഴിയൂ. ഞാനും വിജയകുമാറും പിന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം താണ്ട അടക്കുന്നു. ചുമ്മാ പറഞ്ഞതാ. ഈ സ്മിത ഹരിദാസ് എന്നല്ല, ഈ നാട്ടിലുള്ള ഏത് അവതാരർക്ക് ഇറങ്ങി ഈ പരിപാടി ഇലക്ഷൻ സ്റ്റണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.